Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Ram Ram, Hare Hare. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്നത്തെ സത്സംഗം ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം. ഭക്തർ ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം.
श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददामि स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं दर्शनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितं नमो विश्वपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिनिधि नमोचार्यपादाय ऋताय कृपप्रदायिने गौरगदादामदाय नगरग्रामकारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासवानवी देवी वैदाय त्रिकान्तये कृष्णसम्बन्धविज्ञानादायिने प्रभवे नमः माधुर्योज्ज्वलप्रेमाद्य श्रीरूपानुवर्तिका श्रीगौरकरुणाशक्ति विग्रहाय नमोऽस्तुते नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भवे पादाम्बुजायते नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपाणि गौरायते घोराविर्भावमेकं श्रेष्ठसज्जनप्रिय वैष्णवस्वर्गभगवान् नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनामिने गौरकृष्णे नमः पञ्चतत्त्वात्मनं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते जय राम नमो गमदेवदी मत्सर्वस्वपादाम्बुजो राधानुगमोहनो दिव्यद्वन्द्वारण्य कल्पद्रुमदा श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीलक्ष्मीनन्ददेवो प्रेष्ठादेवे सेव्यमानो स्मरामि श्रीमन्दासुरसारङ्गी वंशे वरत्तमस्थिता दर्शन्वेन स्वने गोपीर्गोपीनाथ श्रीयस्तु भक्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य
കുഴപ്പമില്ല. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ 4-ാമത്തെ അധ്യായം സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ മൂലങ്ങളെല്ലാം വ്യക്തിരൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ 6-ാമത്തെ അധ്യായം എത്തി അല്ലേ? 6-ാമത്തെ അധ്യായമല്ല ഇന്നലെ ചർച്ച ചെയ്ത്. 6-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം വരെയാൻ തോന്നുന്നു. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും പഞ്ചഭൂതങ്ങളും വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാനാണ് പിന്നെ ഇതിനെല്ലാം തമ്മിൽ യോജിപ്പിക്കുന്നത്. അതായത് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഒക്കെ മാറി മാറി നിൽക്കുകയായിരുന്നു. അവർക്ക് തമ്മിൽ എങ്ങനെയാണ്, ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം നൽകിയിരുന്നു. ഒരു വാഹനത്തിൻ്റെ പല പല പാർട്സുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ അതൊരു വാഹനമായില്ലല്ലോ. അതിനെ ഒന്നിപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. ഈ മൊബൈലിൻ്റെ തന്നെ പല പല പാർട്സുകൾ മാറി മാറി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് മൊബൈൽ ഫോൺ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതേപോലെ ഈ കംപ്ലീറ്റ്ലി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആ സിസ്റ്റം എല്ലാം, അതിന് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും 14 ലോകങ്ങളുടെ സ്ട്രക്ചറും ഓരോ ഇതിനകത്ത്, എന്നിട്ട് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സ്ട്രക്ചർ, ഈ ശരീരത്തിൻ്റെ സ്ട്രക്ചർ, ഓരോ ജീവജാലങ്ങളുടെയും ശരീരത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, അതാണ് ഇവിടെ ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം ഇങ്ങനെ മാറി മാറി സൃഷ്ടിക്കപ്പെട്ടു. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു വണ്ടിയുടെ പ്രത്യേക പാർട്സ് പോലെ പല പല ബോഡി പാർട്സ് ഇങ്ങനെ റെഡിയാക്കി നിൽക്കുകയാണ്. ഇനി അതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മളന്നേരം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ശരീരം അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സൂക്ഷ്മ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്ട്രക്ചറാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം നമുക്ക് മോക്ഷം കിട്ടുന്നവരെ നമ്മുടെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും. മോക്ഷം കിട്ടുമ്പോഴാണ് ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത്. അതായത് ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിലൂടെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ശരീരം, ഈ സ്ഥൂല ശരീരമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അന്നേരം പ്രാണവായുവാണ് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രധാന ഘടകം. മനസ്സും പ്രാണവായുവും കൂടെയാണ് നമ്മുടെ ഈ ശരീരത്തെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രാണവായു നമ്മുടെ ആത്മാവിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 10 തരത്തിലുള്ള പ്രാണവായു നമ്മൾ പഠിച്ചു. ഈ പ്രാണവായു ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷനാണ്. നമ്മൾ ഈ വാഹനത്തിനകത്ത് ഇരുന്നതിന് ശേഷം നമ്മളൊരു സ്വിച്ച് അമർത്തുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തും അല്ലേ? അന്നേരം എന്താണ്, ആ സ്വിച്ചും ആ ഹെഡ്ലൈറ്റുമായിട്ടൊരു വയർ കണക്ട് ചെയ്തിരിക്കുക. അതേപോലെ ആ വയറാണ് വായു. അന്നേരം ഈ സൂക്ഷ്മവായുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അന്നേരം ആത്മാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇവരെ കണക്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം പ്രധാനമായിട്ടും ദേവന്മാരാണ്. കണ്ണുകൾക്ക് സൂര്യദേവൻ, അങ്ങനെ ഓരോരോ ദേവന്മാരുടെ ഒരു റോൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കാഴ്ചകളും കേൾവിയും അതിനെല്ലാം നിയന്ത്രിക്കുന്ന ദേവന്മാരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവന്മാരുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കും. എത്രമാത്രം ശക്തരാണ് വരുന്നത് അല്ലേ? അവർ പൂർണ്ണമായിട്ടും ഈ പ്രപഞ്ചത്തിലുള്ള ആരെയും നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ആ ശക്തി അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഭഗവാനിലൂടെയാണ്. എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ രാക്ഷസന്മാരുടെ കണ്ണുകളെയൊക്കെ സൂര്യദേവൻ ഒറ്റയടിക്ക് നിർത്തിക്കൂടെ എന്ന്. പക്ഷേ അവരുടെ കർമ്മം അനുവദിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു നോക്കാൻ. അവരുടെ കർമ്മം അനുസരിച്ചാണ്, അതിലവർക്ക് ഇടപെടാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അന്നേരം നിയമം ലംഘിക്കാൻ ദേവന്മാർക്കും കഴിയില്ല. അന്നേരം അവർ കാണാൻ യോഗ്യരാണ്. അതുകൊണ്ട് അവരുടെ ശരീരം പ്രവർത്തിച്ചേ പറ്റൂ. ശരീരം
വ്യത്യസ്തമായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കൂടാതെ അത് ഡയറക്റ്റ്ലി ഇതേ ദേവന്മാരാകണമെന്ന് നിർബന്ധമില്ല. ഭഗവാന്റെ തന്നെ വിസ്തരണം അതേ ദേവന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് ആ ദേവന്മാരുടെ ഭാഗിക ശക്തിയാണ് ഈ അത് സ്വീകരിച്ചിട്ടാണ് ദേവലോകത്ത് ദേവന്മാരിയ്ക്കുന്നത്. അതായത് ഭഗവാൻ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ഭഗവാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ വിരാട് രൂപം, അതിൻ്റെ ഒരു ഭാഗം സൂര്യദേവന്റെ ശക്തിയുമായിട്ട് മാറുകയാണ്. എന്നിട്ട് ആ ഒരു മാതാജി പറയുന്നു, ദേവി കവചത്തിൽ ഓരോ ദേവി പറയുന്നുണ്ടല്ലോ പ്രഭുജി, അതും ദേവന്മാരായിട്ട് കണക്റ്റഡ് ആണോ? ദേവി കവചം അത് ആധികാരികമല്ല, എല്ലാം ദേവിയുടേതായിട്ടുള്ള രീതിയിൽ ആൾക്കാർ എഴുതിയെടുക്കുന്നതാണ്. പക്ഷെ പരമോന്നത സത്യം അത് നാരായണനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭഗവത്ഗീതയാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അന്നേരം വിരാട് രൂപം പറഞ്ഞിരിക്കുന്നത് അത് ഭഗവാനിലൂടെ മാത്രമാണ്. ദേവി ഭഗവാന്റെ ശക്തിയാണ്. ശക്തിയുടെ സ്രോതസ്സില്ലാതെ ശക്തിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. ശക്തി എപ്പോഴും വരുന്നത് ശക്തിയുടെ സ്രോതസ്സായ ശക്തിമാനിൽ നിന്നാണ്. അന്നേരം ശക്തിമാൻ ഭഗവാനാണ്, എല്ലാ ശക്തികളുടെയും ഉറവിടം. ചില വ്യക്തികൾ പറയും ശക്തി ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശക്തി വരാൻ ഒരു സ്രോതസ് വേണം. ശക്തി, ഭഗവാന്റെ ഉള്ളിൽ അസംഖ്യം ശക്തികളുണ്ട്. അന്നേരം സൂര്യനും സൂര്യരശ്മിയും പോലെയാണ് ഭഗവാനും ദേവിയും. സൂര്യനിൽ നിന്നും സൂര്യരശ്മി അകറ്റാൻ കഴിയില്ല. സൂര്യനിൽ നിന്ന് എപ്പോഴും സൂര്യരശ്മി വന്നുകൊണ്ടേയിരിക്കും. സൂര്യരശ്മിക്ക് സൂര്യനിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയില്ല. അത് വേറൊരു ഉദാഹരണം, അഗ്നിയിൽ നിന്നും അഗ്നിയുടെ ചെറിയ ചെറിയ സ്പാർക്കുകൾ വരും. അഗ്നിയിൽ നിന്നാണ് ആ സ്പാർക്ക് വരുന്നത്. പ്രഭുപാദ്ജി നൽകുന്ന ഉദാഹരണമാണ്. ഈ സ്പാർക്ക് അഗ്നിയിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലേ? മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അഗ്നിയിൽ നിന്നാണ് ആ സ്പാർക്ക് വരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേപോലെ ഭഗവാനിൽ നിന്ന് വരുന്ന, ഭഗവാന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ശ്രീമതി രാധിക. ആ ശ്രീമതി രാധാറാണിയുടെ വിസ്തരണങ്ങളുടെ അംശത്തിലെ ഒരു പ്രതിബിംബമാണ് ഈ ലോകത്തുള്ള ദുർഗാദേവി, മായാദേവി. അന്നേരം ആ ഒരു ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ ദുർഗാദേവിയുടെ സ്ഥാനം രാധാറാണിയുടെ മുമ്പിൽ വളരെ ചെറുതാണ്. ഭഗവാൻ ദുർഗാദേവിയെ നോക്കാറ് പോലും ഇല്ല, മായാശക്തിയായതുകൊണ്ട്. ഭഗവാന് മായാശക്തി ഇഷ്ടമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തർക്ക് മായാദേവിയെ പേടിയാണ്. കാരണം മായാദേവിയുടെ ലക്ഷ്യം എന്താണ്? ഭക്തരെ ഭഗവാനിൽ നിന്നും അകറ്റുക, ഭഗവാനിൽ നിന്നും അകന്നൊരു ആസ്വാദനം. While meditating, I saw that I came from Bhagavan crown, Varuna, Surandala. That is just speculation. It's just a dream. Okay, because we all are part and parcel of Krishna. So we don't have to speculate. We have to chant Hare Krishna Mahamantra and come out of that illusion. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോരോ വ്യത്യസ്ത ദേവന്മാരെയും ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മിത്രൻ, നമ്മുടെ ഗുദം, ആ ഒരു അവയവം, നമ്മുടെ ഉള്ളിലുള്ള വിസർജ്യ വസ്തുക്കളൊക്കെ പോകാനും അതിനുള്ള ആ മിത്രദേവനും ജനനേന്ദ്രിയത്തിലൂടെ നമ്മുടെ മലമൂത്ര വിസർജ്യ വസ്തുക്കളൊക്കെ പുറത്തു പോകാനും അതിനുള്ള ആ ഒരു പ്രക്രിയ ഭഗവാൻ അവിടെ സൃഷ്ടിക്കുകയാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രക്രിയ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഒരു ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്കെച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭഗവാൻ കൈകളെ സൃഷ്ടിച്ചു, ദേവേന്ദ്രനുമായിട്ട് കണക്ട് ചെയ്തു, പിന്നെ കാലുകളെ സൃഷ്ടിച്ചു, അതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ചലിക്കാൻ പറ്റി, ഗതിയെ സൃഷ്ടിച്ചു. അതാണ് നമുക്ക് ഇവിടെ മുതൽ ശ്ലോകം എടുക്കാം. 19 മേദം തസ്യ വിനിർഭിന്നം സ്വദിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന യേന സാ ആനന്ദം പ്രതിപദ്യതേ. എന്നിട്ട് ജനനേന്ദ്രിയവും അതിലൂടെയുള്ള ആ വീര്യത്തെയും സൃഷ്ടിച്ചു, സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള.
അതെല്ലാം ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. അതിന് പ്രജാപതിമാരാണ് അതിൻ്റെ ദേവന്മാർ. ഗൂഢം ഗുഡം ബുധം പുംസോ വിനിർഭിന്നം മിത്രോ ലോകേശാവിശത് പായുനാം ശ്രീനയേനാസോ വിസർഗം പ്രതിപദ്യതേ. ഗുദം മിത്രദേവൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഹസ്താവസ്യ വിനിർഭിന്നാം ഇന്ദ്രസ്വർപതിർ അവിശത് വർത്താം ശ്രീന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളും അവരുടെ ഇന്ദ്രിയ വിഷയങ്ങളും തയ്യാറായിരുന്നു, ദേവന്മാരുമായിരുന്നു. പക്ഷെ ഇവരെയൊന്നും കൂട്ടി യോജിപ്പിച്ചില്ലായിരുന്നു. ഭഗവാനാണ് ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ ആലോചിക്കുക. വാഹനത്തിൻ്റെ എല്ലാ പാർട്സും കൂടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതേപോലെ ഭഗവാൻ കണക്ട് ചെയ്യുവാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ സൂക്ഷ്മ ശരീരം, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന ഒരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചർ റെഡിയാക്കിയിരിക്കുകയാണ്. അന്നേരം ഒരു ജീവാത്മാവ് ഒരു അമ്മയുടെ ഗർഭത്തിൽ വരുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചർ നേരത്തെ റെഡിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛൻ്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. അതെങ്ങനെയാണ് ഒരു കുട്ടിയായിട്ട് മാറുന്നത്? ആരെങ്കിലും അവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ ആ സ്ട്രക്ചർ, അത് എങ്ങനെ ഒരു മോഡേൺ സയൻസ് ബയോളജി സ്റ്റുഡൻറ്റിന് അത് പറയാൻ പറ്റുമോ? അത് ഇങ്ങനെയാകുന്നു, ഇത്രയും ദിവസത്തെ ഇങ്ങനെയാവുന്നു, അങ്ങനെയാവുന്നു. പക്ഷെ എന്തുകൊണ്ടാവുന്നു? ആരാണ് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു ചെടിയുടെ ബീജം നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നടുമ്പോഴും അതെങ്ങനെ ഒരു തൈയായി മാറി അതൊരു വൃക്ഷമായി മാറുന്നു? ആ ഒരു സിസ്റ്റം ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു തുടക്കത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ എങ്ങനെ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹസ്തവസ്യാഭിനിർഭിന്നോ ഇന്ദ്രസ്വോർപതിരവിശത് വർത്താം ശ്രീന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. അതിനുശേഷം ദേവേന്ദ്രനെയും കൈകളും ദേവേന്ദ്രനെയും കൂടെ കണക്ട് ചെയ്തു. പാദവസ്യഭിനിർഭിന്നോ ലോകേഷു വിഷ്ണുരാവിശത് ഗത്യാസ്വാം ശ്രീന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. ഭഗവാൻ വിഷ്ണുദേവനായിട്ട്, വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷ്ണു അല്ല, ഭഗവാനല്ല, ദേവന്മാരിലും ഒരാളുണ്ട് വിഷ്ണു. ആ വിഷ്ണുവിലൂടെ കാലുകളുടെ ദേവനായിട്ട്, കാലുകളെ നിയന്ത്രിക്കുന്ന, കാലുകളുടെ ഗതി നിയന്ത്രിക്കുന്നത് ആ വിഷ്ണുവാണ്. ബുദ്ധിം ചാസ്യ വിനിർഭിന്നം വാഗീശോ ദിഷ്ടമാവിശത് ബോധേനം ശേന ബോധവ്യം പ്രതിപദ്യതോ ഭവേത്. അതിനുശേഷം ബുദ്ധിയെ നിയന്ത്രിക്കാനായിട്ട് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. വേദങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്തു. പദ്യം ചാസ്യ നിർഭിന്ന ചന്ദ്രാം സദിഷ്ട്യമാവിശത് മനസാം ശേനയേന സോ വിക്രിയം പ്രതിപദ്യതേ. അതിനുശേഷം ഹൃദയത്തെയും മാനസിക ചിന്തകളെയും നിയന്ത്രിക്കുന്ന ദേവനായിട്ട് ചന്ദ്രദേവനെ കൊണ്ടുവന്നു. ആത്മാനം ചാസ്യ നിർഭിന്നം അഭിമാനോ അവിശത്പദം കർമാണം ശേനയേന സു കർത്തവ്യം പ്രതിപദ്യതേ. അതിനുശേഷം മിഥ്യാഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ നിയന്ത്രിക്കാൻ സാക്ഷാൽ രുദ്രൻ തന്നെ വന്നു. രുദ്രനാണ് അതിൻ്റെ പ്രധാന അധിഷ്ഠാന ദേവൻ. സത്വം ചാസ്യ വിനിർഭിന്നം മഹാന്തിഷ്ണ്യം ഉപവിശത് ചിത്തേനാംശേന സ്വവിജ്ഞാനം പ്രതിപദ്യതേ. അതുകൂടാതെ ബോധം എന്ന് പറയുന്ന ആ ഒരു ഘടകം, അതിൽ മഹത്തത്വം സ്വയം പ്രവേശിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ ബോധത്തെ സൃഷ്ടിച്ചു. ഈ ബോധത്തിനനുസരിച്ചാണ് മിഥ്യാഹങ്കാരം, മിഥ്യാഹങ്കാരത്തിനനുസരിച്ച് ബോധത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിന്തകൾക്കനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആ ബോധത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ബോധത്തിനനുസരിച്ച് മിഥ്യാഹങ്കാരം പ്രവർത്തിക്കും. അതിപ്പോൾ നമ്മുടെ കൃഷ്ണാവബോധത്തിലിരിക്കുമ്പോൾ നമുക്ക് ശരീരബോധം കാണത്തില്ല. പക്ഷെ കൃഷ്ണാവബോധത്തിലല്ലാതെ ഈ ലോകത്തെ ആസ്വദിക്കണം എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉടനെ നമ്മൾ ശരീരബോധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സുഖഭോഗങ്ങളിൽ മഗ്നരായി തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. അന്നേരം ഭഗവാൻ ആ ഭൗതിക ബോധത്തെയും സൃഷ്ടിച്ചു.
അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭിന്നിപ്പിച്ച്, അതായത് വേറിട്ട്, ഇത് നിന്റെ ശരീരമാണ്, ഇത് എൻ്റെ ശരീരമാണ്, അങ്ങനെ ആ ഒരു ചിന്ത, അത് ബോധത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളും വരുന്ന ഒരേ സ്രോതസ്സിൽ നിന്നാണ്. ഈ സൃഷ്ടിയുടെ ചില ഭാഗങ്ങൾ മരങ്ങളായിട്ട് നിൽക്കുന്നു, മൃഗങ്ങളായിട്ട് നിൽക്കുന്നു, മനുഷ്യരായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇതെല്ലാം വരുന്നത് ഒറ്റ സ്രോതസ്സിൽ നിന്നാണ്. അന്നേരം നമ്മുടെ ആത്മാവും നമ്മുടെ ബോധവും മിഥ്യ അഹങ്കാരമാണ് ചിന്തിക്കുന്നത്, ഇത് എൻ്റെ ശരീരം, ഇത് നിന്റെ ശരീരവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടേതല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. ഈ കണ്ണുകളും മൂക്കും എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെയാണ്. അത് ദേവന്മാരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കത് തോന്നുകയാണ്. വളരെ സിമ്പിൾ ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ അത് വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെയാണ്. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ ചിന്തിക്കും ഇത് എൻ്റെ വീടാണ് എന്ന് ചിന്തിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ആ അഹങ്കാരം കൊണ്ട്, ആ ഒരു നിയന്ത്രണ മനോഭാവം. ഭൗതിക ബോധം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, നിയന്ത്രിക്കുക, എല്ലാം എൻ്റെ ആസ്വാദനത്തിൽ ആയിരിക്കണം, എല്ലാം എൻ്റെ അധീനതയിലായിരിക്കണം. ഈ ഒരു സ്വഭാവമാണ്. ഒരു വീട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹനാഥൻ ചിന്തിക്കുക ഇത് എൻ്റെ വീട്, എൻ്റെ മാത്രം വീടാണ്, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ അടിമകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ഭൗതിക ബോധം. പക്ഷേ ഈ വീട് ഭഗവാന്റേതാണ്. ഭഗവാൻ നമുക്ക് വേണ്ടി നൽകിയ വീടാണ്. ഇവിടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് താമസിക്കുക എന്ന് പറയുമ്പോൾ അത് ആത്മീയ അവബോധമാണ്. ഇനി വീട്ടിനകത്തുള്ള 3 മക്കളുണ്ടെന്നിരിക്കട്ടെ. 2 മക്കളും ചിന്തിക്കുകയാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും വീടാണ്. ഒരു മകൻ ചിന്തിക്കുക ഇത് എൻ്റെ മാത്രം വീടാണ്, ഇത് എങ്ങനെയെങ്കിലും എനിക്ക് മാത്രം ലഭിക്കണമെന്നും അത് ഭൗതിക ബോധം. നോക്കണേ, ഇനി ആ വീട്ടിലെ ഒരു മുറി ഒരാൾ പിടിച്ചു വെച്ചിരിക്കുക, എന്നിട്ട് പറയും ഇതെൻ്റെതാണ്, ഇതെൻ്റെ മാത്രം ഏരിയയാണ്, ഇവിടെ ആരും പ്രവേശിക്കരുത്, അതും ഭൗതിക ബോധം. അതേപോലെയല്ലേ ഈ ലോകത്ത് നടക്കുന്നത്, അല്ലേ? അന്നേരം ശരീരബോധം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അഹങ്കാരവും ആസ്വാദന മനോഭാവം, എൻ്റെ മാത്രം ആസ്വാദനം, എൻ്റെ മാത്രം അധീനതയിലെല്ലാം ആയിരിക്കണം എന്നുള്ള ഒരു ബോധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആത്മീയ അവബോധം, ഭഗവാന്റെ തിരുനാമവും ജപിച്ച് ഭഗവാനെക്കുറിച്ച് കേട്ടു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മൾ കൂടുതൽ ആത്മീയ അവബോധം വർദ്ധിക്കും, ഭഗവാനെക്കുറിച്ചുള്ള സേവന മനോഭാവം വർദ്ധിക്കും, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് വരും. ഇതാണ് ശീർഷണോ അസ്യ ധ്യായുർധരാ പദ്ഭ്യാം ഖം നാഭേർ ഉദപദ്ധ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രത്യന്തേ സുരാധയ. അതിനുശേഷം ഭഗവാൻ സ്വർഗലോകങ്ങളെയും പാതാള ലോകങ്ങളെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തി അത്യന്തികേന സത്വേന ദിവം ദേവ പ്രവേദിരേ ധരം രാജസ്വഭാവേന പ്രണയോയി ചതനനു. ആദ്യം ഭഗവാൻ ദേവലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. അവിടെ താമസിക്കാനുള്ള ദേവന്മാരെയും ഭഗവാൻ സൃഷ്ടിക്കുകയാണ്. ദേവന്മാർ സത്വഗുണപ്രധാനികൾ, അവർ ഉപരിലോകങ്ങളിലും, മനുഷ്യർ രജഗുണത്തിലുള്ളവർ ഭൂമിയിലും. താര്യേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിത ഉഭയോരന്തരം വ്യോമ യേ രുദ്രപാർഷദം ഗണ. ഇനി രുദ്രന്റെ പാർഷദരായിട്ടുള്ള ഭൂതപ്രേതഗണ അവരൊക്കെ ഭുവർലോകത്തിലേക്ക് താമസിക്കാൻ തുടങ്ങി. മുഖതോ അവർത്തതോ ബ്രഹ്മ പുരുഷസ്യ കുരുദ്വഹ യസ്തുന്മുഖത്വാത് വർണ്ണാനാം മുഖ്യോ അഭൂത് ബ്രഹ്മണോ ഗുരു. വേദങ്ങളെല്ലാം ഭഗവാന്റെ വായിൽ നിന്ന് വന്നു. ബ്രാഹ്മണരും ബ്രാഹ്മണ്യ ഗുണങ്ങളുള്ള വ്യക്തികളും ഭഗവാന്റെ വായിൽ നിന്ന് വന്നു. അവർ ഈ പ്രപഞ്ചത്തിലെ ഗുരുക്കന്മാരായിട്ട് ഭവിക്കുന്നതായിട്ട് ഭഗവാൻ ആ ഒരു രീതി, സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു, സൃഷ്ടിച്ചു. ബാഹുഭ്യോ വർത്തക ക്ഷത്രം ക്ഷത്രിയസ്തനുവ്രത യുജാതസ്ത്രായതേ വർണ്ണൻ പൗരുഷ കണ്ഠകർഷണേ. അതിനുശേഷം മറ്റുള്ളവരെ, പ്രശ്നത്തിലായിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി വിരാട് രൂപത്തിൻ്റെ ഭഗവാന്റെ തന്നെ കൈകളിൽ നിന്നും ക്ഷത്രിയ വംശം വന്നു. അവർ സാധുജനങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഗുണങ്ങളുള്ള ജീവാത്മാക്കൾ.
ഭഗവാന്റെ കൈകളിൽ നിന്ന് വന്നു. വിശ്വവർത്തന്ത സസ്യോർലോകവൃത്തിർവിഭോ വൈശ്യസ്തദ് ഉദ്ഭവോ വർത്താൻ ദൃഢം യം സമവർത്തയേ. ഇനി വൈശ്യ, അതായത് കൃഷി, ഗോരക്ഷ, പശുക്കളെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ജീവാത്മാക്കൾ ഭഗവാന്റെ തുടഭാഗത്ത് നിന്ന് വന്നു. അവർ വൈശ്യരായി മാറി. പാദഭ്യാം ഭഗവതോ ചക്നേ ശുശ്രൂഷ ധർമ്മസിദ്ധയേ തസ്യം ജാത പുരോ ശൂദ്രോ തുഷ്യത്തെ ഹരി. അതിനുശേഷം ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്നും ശൂദ്ര സ്വഭാവമുള്ള വ്യക്തിജനങ്ങൾ വന്നു. അവരുടെ ജോലി മറ്റു 3 വർണ്ണാശ്രമത്തിലുള്ള വ്യക്തികളെ പരിചരിക്കുക എന്നാണ്. അങ്ങനെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക എന്നാണ്. ഏതേ വർണ്ണ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരി ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാത സഹവൃത്തിവി. അങ്ങനെ ഈ 4 വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ അനുസരിച്ചുള്ള ജീവജാലങ്ങളും ഭഗവാനിൽ നിന്ന് വന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആരാണോ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നത്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അവരെന്താ ചെയ്യേണ്ടത്? ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ ആരാധിക്കണം, അവരുടെ കഴിവുകളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ഇവിടെ മൈത്രി ഋഷി പറയുന്നു. ഏതക്ഷത്തോർ ഭഗവതോ ദൈവകർമാത്മരൂപിണ കാ ശ്രദ്ധതയാത് ഉപാകർത്തും യോഗമായ ബലോദയം. ഇവിടെ വിതുരരോട് പറയുന്നു മൈത്രി ഋഷി, ഭഗവാന്റെ ആ വിരാട് രൂപത്തിൻ്റെ ആ ശക്തികളെക്കുറിച്ചും ഭഗവാന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ആർക്കാണ് ഗണിക്കാൻ കഴിയുക? തഥാപി കീർത്തിയാമി അംഗ യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തും ഗിരാമന്യാവിധാസിതം. എനിക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല, മൈത്രി ഋഷി പറയുന്നു. പക്ഷേ ഞാൻ എന്താണോ എൻ്റെ ഗുരുഭൂതന്മാരിൽ നിന്നും കേട്ടത് അത് ഞാൻ അതേപോലെ അങ്ങേക്ക് വിവരിച്ചു നൽകുകയാണ്. കാരണം ആ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്കതിനുള്ള കഴിവില്ല. പക്ഷെ ഗുരുഭൂതന്മാരിൽ നിന്നും കേട്ടത് ഞാൻ അതേപോലെ അങ്ങേക്ക് പറഞ്ഞു നൽകുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെ ആ ശേഷിയെ സതുപയോഗം ചെയ്യുകയാണ് എന്ന് മൈത്രി ഋഷി പറയുക. ഏകാന്തലാഭം വചസോനുപുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹു ശ്രുതേശ്ച വിദ്വാദ്ഭിർ ഉപകൃതവ്യാം കഥാശുദ്ധായാം ഉപസംപ്രയോഗം. ഒരു മനുഷ്യജന്മത്തിന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുക, ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ അതിനെ തന്നെ പ്രകീർത്തിക്കുക. ഇത് തന്നെയാണ് ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാർ നമുക്കായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ഒരു ചെവിയുടെ ഏറ്റവും വലിയ സതുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കേൾക്കുക എന്നതാണ്. ആത്മാനോ അവസിതോ വത്സ മഹിമാ കവിനാദിന സംവത്സര സഹസ്രാന്തേ ധിയാ യോഗ വിഭക്യ. അതുകൊണ്ട് വിതുരരോട് വീണ്ടും മൈത്രി ഋഷി പറയുന്നു, സാക്ഷാൽ ബ്രഹ്മദേവൻ 1000 ദേവവർഷം തപസ് ചെയ്തു. അതിനുശേഷം മാത്രമേ ആ പരമാത്മാവായ ഭഗവാന്റെ അചിന്ത്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോ ഭഗവതോ മായിനാം അഭിമോഹിനി യത് സ്വയം ചാത്മവർത്തമാത്മാ നവേദ കിം ഉതാപരേ. വലിയ വലിയ ഊഹാപോഹങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും വാചകം കൊണ്ട് പല രീതിയിലും വിഷയങ്ങളെക്കുറിച്ച് വാചാലന്മാർക്ക് പോലും ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ഗുണങ്ങളെ വർണ്ണിക്കാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ ഭഗവാന് പോലും ഭഗവാന്റെ മഹിമകൾ എത്രയാണെന്ന് ഭഗവാന് പോലും ഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല എന്ന് ഇവിടെ മൈത്രി ഋഷി പറയും. ഏതോ അപ്രാപ്യ നിവർത്തന്ത വാചശ്ച മനസാ സഹ അഹം ചാന്യ ഇമേ ദേവസ്തസ്മൈ ഭഗവതേ നമഃ. വാക്കിനോ മനസ്സിനോ നമ്മുടെ അഹങ്കാരത്തിനോ അതുകൂടാതെ ദേവന്മാർക്കോ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും കഴിയത്തില്ല. വാക്കുകൾ കൊണ്ട് ഭഗവാനെ വർണ്ണിക്കാൻ കഴിയില്ല. മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം കൊണ്ടോ
അഹങ്കാരം കൊണ്ട് നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്നിട്ടോ, അല്ലെങ്കിൽ ദേവന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പോലും ഒരിക്കലും ഭഗവാനെ പരിപൂർണമായിട്ട് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തസ്മൈ ഭഗവതേ നമഃ, ഭഗവാനെ നമസ്കരിക്കുക, അത്രയേ പറ്റൂ. ഭഗവാനെ കൂടുതൽ അറിയാൻ നോക്കണ്ട എന്നതിൻ്റെ അർത്ഥം ഭഗവാനെക്കുറിച്ച് കേൾക്കണ്ട എന്നല്ല. ഭഗവാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംശയങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട. കാരണം എന്താ? ഭഗവാൻ നമ്മളിൽ നിന്നും ഒരുപാട് ശക്തനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 7ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്രീശുക ഉവാച ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനസുതോ ബുധ പ്രീണായൻ ഇവ ഭാരത്യ വിധുര പ്രതിഭാഷത. ശുഗബ്രഹ്മ ഋഷി പറഞ്ഞു, പരീക്ഷത്തെ, മൈത്രേയ ഋഷി ഇതെല്ലാം പറഞ്ഞപ്പോൾ വിതുരർ, ദ്വൈപായന വ്യാസമഹർഷിയുടെ മകനായ വിതുരർ പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? നമുക്ക് നോക്കാം. വിതുര ഉവാച ബ്രഹ്മൻ കഥം ഭഗതശ്ചിന്മാത്ര സ്വയവികാരിണ ലീലയാ ചാഭിയുജേര നിർഗുണസ്യ ഗുണക്രിയ. വിതുരർ പറഞ്ഞു, ഭഗവാൻ എന്ന് പറയുന്നത് ആത്മീയമാണ്, ഭഗവാൻ ഒരിക്കലും മാറ്റമില്ല. പക്ഷെ എങ്ങനെയാണ് പിന്നെ ഭഗവാൻ ഈ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൃഷ്ടി നടത്തുന്നത്? അത് അദ്ദേഹത്തിൻ്റെ ലീല ആണെങ്കിൽ എങ്ങനെയാണ് ഗുണങ്ങളുടെ സഹായമില്ലാതെ ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ചോദ്യമാണ്. അതായത് സൃഷ്ടി ഓക്കെ അങ്ങ് പറഞ്ഞു നൽകി, പക്ഷെ അങ്ങ് പറയുന്നു ഭഗവാൻ സൃഷ്ടിയായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നുവെന്ന്. പക്ഷെ ഭഗവാൻ തന്നെയല്ലേ ഈ ഇന്ദ്രിയങ്ങളെയും എല്ലാത്തിനെയും കൊണ്ടുവരുന്നത്. എന്നാൽ ഇതെല്ലാം കൊണ്ടുവരുമ്പോഴും ഭഗവാൻ എങ്ങനെയാണ് ഇതിൽ തൊടാൻ നിൽക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്, ഭഗവാനിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം വരുന്നത്, ഭഗവാന്റെ നോട്ടത്തിലൂടെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്, ഭഗവാനാണ് കാലശക്തിയാൽ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം ഭഗവാൻ ഇതുമായിട്ട് തൊട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് ഭഗവാനെ ബാധിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ക്രീഡയാമുദ്യമോർഭസ്യ കാമശ്ചിക്രീഡാശനയത സ്വത്രസ്തൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സതന്യത. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. പൊതുവെ കുട്ടികൾ, അവർക്ക് കളിക്കാൻ താല്പര്യം എന്തുകൊണ്ടാണ് വരുന്നത്? മറ്റു കുട്ടികൾ അവരെ പ്രേരിപ്പിക്കുമ്പോഴാണ്. അന്നേരം അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാതെ ഒരിക്കലും ഒരു കാര്യത്തിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയില്ല. പക്ഷേ ഭഗവാൻ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എന്താണ്? സ്വയം തൃപ്തനാണ്, സ്വതതൃപ്തസ്യ. പിന്നെ അതുകൂടാതെ വിരക്തിയിലുമാണ്, നിവൃത്തസ്യ. അദ്ദേഹം സ്വയം വിരക്തിയിലുമാണ്, സ്വയം തൃപ്തനുമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ആഗ്രഹം വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആഗ്രഹമില്ലാതെ പറ്റത്തുമില്ല. അന്നേരം ഭഗവാൻ ആഗ്രഹമില്ലാതെ എങ്ങനെയാണ് ഈ സൃഷ്ടി നടക്കുന്നത്? അസ്രാക്ഷിത് ഭഗവാൻ വിശ്വം ഗുണമയാത്മമായ തയാ സംസ്ഥാപ്യതി ഏതദ് ഭൂയ പ്രതിപീദ്യസ്യതി. ഭഗവാന്റെ സ്വന്തം ശക്തികളായ ത്രിഗുണങ്ങളിലൂടെ ഈ സൃഷ്ടിയെ നടത്തി. അതായത് ഈ മായാശക്തിയെ, ആ മായാശക്തിയിലൂടെ തന്നെ ഭഗവാൻ ഇതിനെ നിലനിർത്തുന്നു. എന്നിട്ട് അതിലൂടെ തന്നെ ഭഗവാൻ ഇതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ദേശാത്വകാലാതോ യോ അസോ അവിസ്ഥാതസ്വതോ അന്യതാ അവിലുപ്താവബോധാത്മാ സയുജ്യേജ്യ കഥം. ഇനി പരിശുദ്ധ ആത്മാവ്, അതായത് ഈ ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ, ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒന്നും പെടാത്ത ജീവാത്മാവ് എങ്ങനെയാണ് ഇതിൽ പ്രവേശിക്കുന്നത്? അത് സാഹചര്യം കൊണ്ടാണോ, കാലം കൊണ്ടാണോ, അതൊരു തോന്നൽ മാത്രമാണോ? എങ്ങനെയാണ് ഒരു ജീവാത്മാവ് ഇതിൽ പെട്ടുപോകുന്നത്? അതിനെക്കുറിച്ചാണ് ചോദ്യം. ഭഗവാനേകൈവൈസ സർവക്ഷേത്രേഷു അവസ്ഥിത അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭീകുത.
ഇത് കൂടാതെ ഭഗവാൻ പരമാത്മാവാണ്, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഹൃദയത്തിൽ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ജീവാത്മാവ് നിർഭാഗ്യരായി പോകുന്നത്? ഈ ക്ലേശങ്ങളെല്ലാം അവർക്ക് എന്തുകൊണ്ട് വരുന്നു? നല്ല ചോദ്യങ്ങളല്ലേ, കിടിലൻ ചോദ്യങ്ങളാണ്. ഏതസ്മിന്മേ മനോവിദ്വാൻ ഖിദ്യതേ ജ്ഞാനസംഗതേ തന്നാ പരാനൂത വിഭോ കഷ്മളം മാനസം മഹത്. മൈത്ര ഋഷി, അങ്ങ് ഏറ്റവും വലിയ പണ്ഡിതനാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ സംശയങ്ങൾ വരുന്നു. അതുകൂടാതെ ഈ ഭൗതിക ലോകത്തിൽ വന്നതിൻ്റെ ആ ദുഃഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം. നല്ല ചോദ്യങ്ങൾ അല്ലേ? എന്താണ് ചോദ്യം ചോദിച്ചത്? ഭഗവാൻ ഈ സൃഷ്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ സൃഷ്ടിയെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിൽ ബന്ധമില്ലാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ അതെങ്ങനെയാണെന്ന് പറയും. അതുകൂടാതെ ഭഗവാൻ ഒന്നിനോടും താല്പര്യമില്ല. ഭഗവാൻ എല്ലാത്തിൽ നിന്നും വിരക്തനായിട്ട് നിൽക്കുന്നു. ഭഗവാൻ സ്വയം പര്യാപ്തനുമാണ്, ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് ഈ സൃഷ്ടി നടത്തുന്നത്? കാരണം ഈ സൃഷ്ടിയിൽ, ഈ ലോകത്ത് എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ആഗ്രഹം വേണ്ടേ? എന്നിട്ട് ഒരാഗ്രഹം ഇല്ലാതെ ഭഗവാൻ എങ്ങനെയാണ് ഇതൊക്കെ നടത്തുന്നത്? അതും ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? അതാണ് മെയിൻ ചോദ്യം. ഭഗവാൻ എന്താണ് ഈ സൃഷ്ടിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജീവാത്മാവ് വീണ്ടും ഭൗതിക കെട്ടുബന്ധനങ്ങൾ പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്? നല്ല ചോദ്യങ്ങളാണ്. ഭഗവാൻ എങ്ങനെയാണ് ഈ സൃഷ്ടി നടത്തുന്നത്? എന്തിനു വേണ്ടി ഈ സൃഷ്ടി നടത്തുന്നു? ഭഗവാൻ ഇതിൽ ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഭഗവാൻ എന്തിനാണ് ഈ സൃഷ്ടി നടത്തുന്നത്? ഇനി ഭഗവാൻ ഉണ്ടായിട്ടും, ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു ജീവാത്മാവ് ഇതിൽ പെട്ടുപോകുന്നത്? നല്ല ചോദ്യം അല്ലേ? 8ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച സ ഇത്തം ചോദിതാക്ഷത്ര തത്വജിജ്ഞാസുന മുനി പ്രത്യാഹ ഭവച്ചിത്ത സ്മയം ഇവ ഗതസ്മയ. ശുഖബ്രഹ്മർഷി പറഞ്ഞു, ശുഖബ്രഹ്മർഷി പറയുകയാണ്, പരീക്ഷത്തെ, മൈത്രേയനോട് ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ വിദുരർ ചോദിച്ചപ്പോൾ മൈത്ര ഋഷി തന്നെ അത്ഭുതപ്പെട്ടു. പക്ഷേ ഒരു മടിയും കൂടാതെ അദ്ദേഹം ഉത്തരം പറയാൻ തുടങ്ങി. കാരണം ഈ ചോദ്യം കേട്ടിട്ട് അദ്ദേഹം വരെ ഞെട്ടിപ്പോയി മൈത്ര ഋഷി. പക്ഷെ ഒരു നിമിഷം ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ഉത്തരവും കിട്ടി. എന്നാലോചിച്ചു. മൈത്രേയുവാച സേയം ഭഗവതോ മായ യൻ നയേന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ 3ാമത്തെ സ്കന്ധം നമ്മളിതെടുക്കുന്ന 5ാമത്തെ പ്രാവശ്യം. ആദ്യത്തെ ഇസ്കോൺ ഗുരുവായൂർ മുതൽ പിന്നെ ഒരു സപ്താഹത്തിന് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു സപ്താഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു സപ്താഹത്തിനും എടുത്തു. എന്നിട്ട് ഇതിപ്പോൾ 5ാമത്തെ പ്രാവശ്യം. എന്നിട്ടും ഈ ചോദ്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് തോന്നില്ല. അതാണ് ഭാഗവതം. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാ, പക്ഷെ എന്നിട്ട് നമുക്ക് വീണ്ടും പുതിയതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഭാഗവതം എത്ര പഠിച്ചാലും തീരത്തില്ല. ഹരേ കൃഷ്ണ. അന്നേരം മൈത്ര ഋഷി പറയുകയാണ്, ബദ്ധാത്മാക്കൾ പല രീതിയിലും ഇതിനെക്കുറിച്ച് വർണ്ണിക്കാറുണ്ട്. ചില വ്യക്തികൾ പറയാറുണ്ട്, അതായത് പരബ്രഹ്മനായിട്ടുള്ള ഭഗവാൻ മായയുടെ അധീനതയിൽ പെട്ടുപോകുന്നു എന്ന്. പക്ഷെ അതേ സമയത്ത് ചില വ്യക്തികൾ പറയുന്നു അദ്ദേഹം ഇതിൽ നിന്ന് മുക്തനായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇത് യുക്തിക്ക് ചേരുന്ന എന്തു പറയുക, ചിന്തയല്ല, ആശയമല്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ അടുത്ത മാതാജി പറഞ്ഞു, എല്ലാം ഒന്നും കേട്ടാലും മറന്നുപോകും. മറന്നു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് എൻ്റെ മാതാജിയെ, ഇത് പുതിയ ആശയങ്ങൾ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നാൽ ഇവിടെ പറയുന്നത് അതായത് വിദുരരുടെ ചോദ്യം നമ്മൾ കേട്ടു. ഭഗവാൻ
മുക്താവസ്ഥയിലിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ഈ സൃഷ്ടിയൊക്കെ ചെയ്യുന്നു? ഭഗവാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൂടാതെ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് സ്വയം നമ്മുടെ ഹൃദയത്തിലുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് അശുഭ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നു? നമ്മളെങ്ങനെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരമായിട്ട് മൈത്രേഷി പറയുന്നു, ഭഗവാനെക്കുറിച്ച് പല വ്യക്തികളും പല രീതിയിലും ചിന്തിക്കാറുണ്ട്. ചില വ്യക്തികൾ പറയുന്നു ഭഗവാൻ മായയിൽ പെട്ടുപോകുന്നു, അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ഏർപ്പെടുന്നതെന്ന്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ബദ്ധാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നും പറയുന്നു. പക്ഷേ ഇത് യുക്തിക്ക് ചേരുന്ന വാക്കല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് പ്രഭുപാദജി പറയുന്നു, ഭഗവാൻ 100% ആത്മീയമാണ്. അതുകൊണ്ട് ഒരിക്കലും ഭഗവാൻ മായയുടെ അധീനതയിൽ പെട്ടുപോകുന്നില്ല. കാരണം എന്താ? ഈ മായ ഭഗവാൻ തന്നെയാണ്. അതാണ് പോയിന്റ്. ഭഗവാൻ എന്തുകൊണ്ട് മായയുടെ അധീനതയിൽ പെട്ടു പോകുന്നില്ല? കാരണം ഭഗവാൻ തന്നെയാണ് മായ. ഭഗവാൻ തന്നെയാണ് മായ. പിന്നെ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ കീഴിലായി പോകുന്നത്? ഭഗവാനും ഭഗവാന്റെ ശക്തിയും ഭിന്നമല്ല. അതുകൊണ്ട് മായയ്ക്ക് ഒരിക്കലും ഭഗവാനെ വീഴ്ത്താൻ കഴിയില്ല. കാരണം എന്താ? ഭഗവാൻ തന്നെയാണ് മായ. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും പരിശുദ്ധനാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെട്ട. അത് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കൂ നമ്മൾ എന്താ പറയുന്നതെന്ന്. നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ജനിക്കുന്നുണ്ടോ? ഇല്ല. മരിക്കുന്നുണ്ടോ? ജീവിക്കുന്നുണ്ടോ? ഇല്ല. ശരീരമാണ് ഇങ്ങനെ മാറിക്കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ ശരീരം എടുക്കുന്നത് കൊണ്ട് ഈ ശരീരമാണ് നമ്മൾ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അശുദ്ധി വരുന്നു. പക്ഷേ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അശുദ്ധിയില്ല. നമ്മൾ ആത്മാവിനെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശുദ്ധമായി. ഭഗവാൻ എപ്പോഴും ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ ഈ ലോകത്ത് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന പോലെയുള്ള ശരീരം ആണെന്ന് തോന്നും. പക്ഷേ ഭഗവാന്റെ ശരീരം നമ്മുടെ ശരീരം പോലെയല്ല. അതേപോലെ തോന്നും, പക്ഷേ ഭഗവാന്റെ ശരീരം ആത്മീയ ശരീരം. അവിടെയാണ് വ്യത്യാസം. അന്നേരം വിതുരരുടെ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങോട്ടാണ് വരുന്നത്. കാരണം വിതുരരുടെ ചിന്ത എന്താണ്? ഭഗവാൻ ഇവിടെ സൃഷ്ടിയൊക്കെ നടത്തുന്നു, ഓക്കെ, ഭഗവാന്റെ ശക്തി, ഓക്കെ, ഭഗവാൻ ഇതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ ഭഗവാൻ ഇവിടെ വരുന്നുണ്ട്, ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എങ്ങനെയാണ് ഭഗവാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. യഥർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യ പ്രതീയത ഉപദൃഷ്ടു സുശിരശ്ചേതാനിധിക. അന്നേരം ക്ലിയർ ആയല്ലോ, ഭഗവാൻ തന്നെയാണ് മായ. നമ്മൾ മനസ്സിലാക്കൂ, മായാദേവി വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മയ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സച്ചരാചരം. ഭഗവാൻ പറയാതെ മായാദേവി അനങ്ങത്തില്ലെന്നുള്ളതാണ്. അന്നേരം നമ്മളെ ഈ കുഴപ്പത്തിലാക്കുന്നത് മായാദേവി ആണോ? ആരാ കുഴപ്പത്തിലാക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ നമ്മളെ കുഴപ്പത്തിലാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് നോക്കുകയാണ്. അന്നേരം ഇവിടെ പറയുന്നു, ജീവാത്മാവ് എന്തുകൊണ്ടാണ് ക്ലേശത്തിൽപ്പെട്ടു പോകുന്നത്? ജീവാത്മാവിന് സ്വയം ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ജീവാത്മാവിന് ഇവിടെ പറയുന്നു, ഒരു സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ തല അറക്കുന്നതായിട്ട്, ആരെങ്കിലും നമ്മുടെ തല കട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. തല കട്ട് ചെയ്തതിനു ശേഷം തലയില്ല അവിടെ. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ചേതനാധിക സ്വശിരാചേതനാധിക ഉപദൃഷ്ടു സ്വശിരാചേതനാധിക. സ്വപ്നത്തിൽ ഒരു വ്യക്തി കാണുകയാണ്, ആ വ്യക്തിയുടെ തല ആരെങ്കിലും അറക്കുന്നതായിട്ട്. എന്നിട്ട് തല മാറി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ശരീരത്തെ ആ വ്യക്തി കാണുന്നു. യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല, സ്വപ്നമാണ്.
എന്നിട്ട് ഇതേപോലെയാണ് നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരം ഒരു സ്വപ്നമാണ്. ജനനം മുതൽ മരണം വരെ കാണുന്ന സ്വപ്നം. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമല്ലേ? കാരണം എന്താണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്കുടനെ ഒരു ആനന്ദം ലഭിക്കും. കാരണം എന്താ, നമ്മൾ ആത്മാവിനെ സ്പർശിച്ചു തുടങ്ങി. അതാണ് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ കേട്ട് 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 നമ്മൾ നമ്മളെ തിരിച്ചറിയണം. അന്നേരം ഇവിടെ പറയുന്നത് എന്താണ്? യത് അർത്ഥേന വിന അമുഷ്യ. ഒരു കാര്യമില്ല. പുംസ ആത്മവിപര്യ, ആത്മവിപര്യ, സ്വയം ഞാൻ ആരാണെന്ന് തിരിച്ചറിയാതെ പ്രതീയത ഉപദ്രഷ്ടു. അത് എങ്ങനെയാണ്? ഉപദ്രഷ്ടു സ്വശിരശ്ഛേദാനിധിക. സ്വയം തല അറുത്ത് സ്വപ്നത്തിൽ നമ്മൾ നമ്മുടെ തല അറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ശരീരം ഇവിടെ കിടക്കുകയാണ്. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നു ആരോ നമ്മുടെ തല ഇറക്കുന്നതായിട്ട്. അതേപോലെ ആത്മാവ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു ജീവാത്മാവ് നമ്മൾ ഉറങ്ങുമ്പോൾ എങ്ങനെയാണോ സ്വപ്നം കാണുന്നത്, അതേപോലെ ആത്മാവ് കാണുന്ന സ്വപ്നമാണ് ഈ ശരീരം. ആത്മാവ് ജനനം മുതൽ മരണം വരെ കാണുന്ന സ്വപ്നമാണ് ഈ ശരീരം. ആത്മാവിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ സ്വപ്നമാണ് കഴിഞ്ഞ ജന്മത്തിലെ ശരീരം. ഇങ്ങനെ ആത്മാവ് തുടരെ തുടരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വപ്നത്തിൽ നിന്നും, ഈ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയും. ഇതെന്തിൻ്റെ ഉത്തരവാണ്? എന്തുകൊണ്ടൊരു ജീവാത്മാവ് ബദ്ധാവസ്ഥയിൽ പെട്ടുപോകുന്നു? ഭഗവാൻ എന്തുകൊണ്ട് പെട്ടുപോകുന്നില്ല? ഭഗവാൻ തന്നെയാണ് മായ. ഭഗവാൻ തന്നെയാണ്. അന്നേരം ഇവിടെ മൈത്രഋഷി അതാണ് പറയുന്നത്. മൈത്രഋഷി പറയുന്നത്, ചോദ്യം കേട്ടപ്പോൾ മൈത്രഋഷി ഒന്ന് പേടിച്ചു. ഇതെന്തോ ചോദ്യം ഇവിടെ. പക്ഷെ ഒന്ന് ധ്യാനിച്ചു നോക്കിയിട്ട് ആള് ചിരിച്ചിട്ട് എന്താ പറയുന്നത്? ഇതാണ് അത്ര വലിയ ചോദ്യം. ഭഗവാൻ എന്തുകൊണ്ട് ഇതിൽ പെട്ടു എന്നല്ല. കാരണം ഭഗവാനാണ് എല്ലാരെയും പഠിപ്പിക്കുന്നത്. എല്ലാരെയും കെട്ടിവെക്കുന്ന അദ്ദേഹമാണ് മായ, ഭഗവാന്റെ ശക്തി. ഇതാണ് പ്രഭുപാദ്. ഇനി അദ്ദേഹത്തെ ആർക്ക് കെട്ടാൻ പറ്റും? അത് തന്നെയാണ് യശോദാമ്മ ഉണ്ണിക്കണ്ണനെ കെട്ടുന്ന സമയത്ത് നാരദ മഹർഷി, എല്ലാവരും ദേവന്മാരും വിചാരിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ കെട്ടുന്ന ആളാണ്, ഇദ്ദേഹത്തെ ആർക്ക് കെട്ടാൻ പറ്റും? അത് തന്നെയാണ് ബലരാമസ്വാമിയും ചോദിക്കുന്നത്. അങ്ങേ കെട്ടാൻ തക്കവണ്ണം വലിയൊരു കയർ ഇവിടെ വന്നിട്ടുണ്ടോ ഇതുവരെ? അങ്ങാണ് എല്ലാരെയും കെട്ടിക്കുന്നത്, എല്ലാരെയും ബന്ധിപ്പിക്കുന്നത് അങ്ങാണ്. അങ്ങേ ബന്ധിപ്പിക്കാൻ ആരാണ് ഈ ലോകത്തുള്ളത്? ഹരേ കൃഷ്ണ. എന്നിട്ട് അടുത്ത ഇതിൽ എന്താ പറയുന്നത്? യഥാർത്ഥേന വിനാം. എന്നിട്ട് ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ പെട്ടുപോകുന്നത്? കാരണം എന്താ? തോന്നിവാസം, അല്ലാതെ എന്തോ പറയുന്നത്. അതാണ് മൈത്രേശ്വരി. നമ്മൾ ഈ സ്വപ്നം കാണുന്ന പോലെ സ്വപ്നത്തിൽ പല കാഴ്ചകളും കാണുന്നു, അതേപോലെ നമ്മൾ പലതും കാണുന്നു. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് പറയുന്നത്. യഥാ ജലേ ചന്ദ്രാംശ കമ്പാദിസ്തത്കൃതോ ഗുണ ദൃശ്യതേ അസൻ അഭി ദൃഷ്ടു ആത്മനോ അനാത്മനോ ഗുണ. എന്നാലും ഇവിടെ അടുത്തൊരു ഉദാഹരണം മൈത്രഋഷി പറയാം. മൈത്രഋഷിക്ക് ജയ. മൈത്രഋഷി പറയുന്നു, ചന്ദ്രന്റെ പ്രതിബിംബം ജലത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ ഒരു ഉദാഹരണം നൽകുന്ന എന്താ? ചന്ദ്രനെ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും അല്ലേ? ആ ചന്ദ്രന്റെ പ്രതിബിംബം നമ്മൾ നോക്കുമ്പോൾ ആ വെള്ളം അനങ്ങുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ പ്രതിബിംബം അനങ്ങുന്നതായിട്ട് കാണും അല്ലേ? പക്ഷെ ഒറിജിനലി ചന്ദ്രൻ അനങ്ങുന്നുണ്ടോ? ഇല്ല, ചന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അതേപോലെ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ ശരീരമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണോ ജലത്തിൽ ജലം അനങ്ങുമ്പോൾ ചന്ദ്രൻ അനങ്ങുന്ന പോലെ തോന്നുന്നത്, അതേപോലെ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷേ എപ്പോഴും ഓർക്കുക, ചന്ദ്രന്റെ പ്രതിബിംബം പോലെയാണ്. പ്രതിബിംബം അനങ്ങുന്നുണ്ട്, ചന്ദ്രൻ അനങ്ങുന്നില്ല. അതുകൊണ്ട് ശരീരത്തിന് പല ക്ലേശങ്ങളും അതും ഇതൊക്കെ വരുന്നുണ്ട്, സുഖം വരുന്നുണ്ട്, ദുഃഖം വരുന്നുണ്ട്. പക്ഷെ ആത്മാവ് ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആത്മാവ് പരമാനന്ദത്തിലാണ്. ഹരിപോ. ആത്മാവിന് ക്ലേശങ്ങളില്ല,
ആത്മാവ് എപ്പോഴും ആനന്ദത്തിലാണ്. ആ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പരമാത്മാവിനെ തിരിച്ചറിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആത്മീയ ആനന്ദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും ആനന്ദമാണെങ്കിൽ, കേൾക്കുന്ന നിങ്ങൾക്ക് ഇത്രയും ആനന്ദമാണെങ്കിൽ, ആ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും ആനന്ദം? അടിപൊളിയായിരിക്കും. എന്നിട്ട് ആ ആനന്ദത്തിൽ നിൽക്കുന്ന സമയത്ത് പരമാത്മാവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചാൽ അത് അടുത്ത ലെവലിലുള്ള ആനന്ദമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവത് ഭക്തി യോഗേന തിരോധത്തെ ശനേരിഹ. അന്നേരം ഇതിനെ എങ്ങനെയാണ് മാറ്റുക? അതല്ലേ ഏറ്റവും വലിയ ചോദ്യം. ഓക്കെ, കേൾക്കാൻ നല്ല സുഖം, നമ്മൾ ശരീരമല്ല ആത്മാവാണ്, ചന്ദ്രൻ്റെ പ്രതിബിംബം പോലെയാണ്. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ഇതിലോട്ട് പെട്ടുപോകുമ്പോൾ വീണ്ടും ആ ദുഃഖത്തിലേക്ക് പോവല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നു, വാസുദേവ അനുകമ്പയാ. ദിസ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. വാസുദേവ അനുകമ്പയ, വാസുദേവന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തിൽ നിന്ന് നമുക്ക് ഉണരാൻ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താണ്? വാസുദേവ അനുകമ്പയ. വാസുദേവന്റെ കാരുണ്യം വേണം. കാരുണ്യം വന്നു, ഇന്ന് വന്നത് ഈ രൂപത്തിലാണ് തോന്നുന്നു അല്ലേ? അന്നേരം വാസുദേവ അനുകമ്പയ, വാസുദേവന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറ്റൂ? നമുക്ക് ഈ മായാ പ്രലോഭനങ്ങളിൽ നിന്നും പുറത്തു വരാൻ പറ്റും. സവൈ നിവൃത്തി ധർമ്മേന, ഇതിൽ നിന്നെല്ലാം വിരക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ്? വാസുദേവ അനുകമ്പയ ഭഗവത് ഭക്തി യോഗേന. ആ അനുകമ്പ എങ്ങനെ ലഭിക്കും? ഭഗവത് ഭക്തി യോഗേന. ഭഗവത് ഭക്തി യോഗേന തിരോധത്തെ ശനേർ ഇഹ. അന്നേരം ഭഗവത് ഭക്തി യോഗത്തിലൂടെ എന്ത് പറ്റും? കുറേച്ച് ഭക്തി യോഗത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ? ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക. അല്ലാതെ ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവാണ്, ശരീരം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറക്കും. ചന്ദ്രന്റെ പ്രതിബിംബം എന്നൊക്കെ ഓർമ്മ വരും, കേൾക്കുമ്പോൾ കൊള്ളാം, പറയുമ്പോഴും കൊള്ളാം. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മറന്നു പോകും. പക്ഷെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? വാസുദേവ അനുകമ്പയ. വാസുദേവ അനുകമ്പ എങ്ങനെ വരും? ഭഗവത് ഭക്തി യോഗേന. ഭക്തി എന്ന് പറഞ്ഞാൽ ഏതാ? അന്യാഭിലാഷിത ശൂന്യം. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സേവനം കുറിച്ച് ഇങ്ങനെ ചെയ്ത് 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 തിരോധത്തെ ശനേറിഹ. കുറച്ചായിട്ട് ഈ രോഗമില്ലേ, രോഗം ഒറ്റയടിക്ക് മാറത്തില്ലല്ലോ. ഗ്രാജുവലി ക്രമേണ കുറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. സത്സംഗത്തിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ആരൊക്കെയായിരുന്നു? ഭീകരന്മാരും ഭീകരികളും. ഭയാനകമായിരുന്നു നമ്മുടെ ജീവിതം, ഹൊററുമായിരുന്നു. ഇപ്പൊ നമ്മൾ കുറെ നന്നായില്ലേ? ഇടയ്ക്ക് നമ്മൾ ഭക്തരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവര് കേൾക്കുന്നില്ല, അവര് പ്രചരണം ചെയ്യണ്ട. ഞാൻ പറഞ്ഞു, നമ്മളെ ഭക്തരായി, പിന്നെയാണ് അവര് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മൾ ഭക്തരായി, പിന്നെ ആർക്കും ആവാൻ പറ്റാത്ത. അതും അതേപോലെ അന്നേരം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ശാന്ത രൂപത്തിൽ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വാസുദേവ അനുകമ്പ, ഭഗവാന്റെ കാരുണ്യം ലഭിച്ചു. നമ്മൾ ജപിച്ച നാമജപത്തിൻ്റെയൊക്കെ റിസൾട്ടാണ്. അന്നേരം ഇനിയും മുന്നോട്ട് എല്ലാവർക്കും എന്ത് സന്തോഷം. അന്നേരം സത്യം ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഭക്തിയിൽ തന്നെ മുന്നോട്ട് ഇങ്ങനെ പോവുക. ഭക്തി നാമം ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഭൗതികത കുറഞ്ഞ് ആത്മീയ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു ചികിത്സ പോലെയാണ്. നമ്മൾ രോഗബാധിതരാകുമ്പോൾ ആ മരുന്ന് കഴിക്കുക, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്, കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക,
അങ്ങനെ കഴിച്ച് മരുന്നും കഴിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, രോഗം കുറഞ്ഞ് നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. അതാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം എല്ലാ ദിവസവും അടിപൊളിയാണ്, ഇന്ന് കുറച്ചും കൂടെ മനോഹരമായിരുന്നു. ഇനി ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇനി ഉച്ചയ്ക്ക് നമുക്ക് നാരായണീയത്തിൽ കാണാം കേട്ടോ. അന്നേരം ഇത് കേട്ടിട്ട് മറന്നു പോരുത്. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം, നമ്മൾ ആലോചിച്ച് ഇത് മനസ്സിലാക്കണം. കൂടുതൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാമജപത്തിന്. ഇതെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്? നാമം ജപിക്കാൻ വേണ്ടിയാണ്. ഒരാൾ പറയുന്നത് ഞാൻ ഭയങ്കര പരാക്രമിയായിരുന്നു. ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചു കഴിയുമ്പം കുറേ സന്തോഷവും സമാധാനവും കിട്ടും. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം. അങ്ങനെ ഭക്തിയിൽ മുന്നേറുമ്പോൾ ഭാഗവതം കേൾക്കുന്ന എന്തിനു വേണ്ടിയാണ്? നാമം ജപിക്കാൻ വേണ്ടിയാണ്. നാമം ജപിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഭാഗവതം കേൾക്കാൻ വേണ്ടി. അന്നേരം നാമം ജപിച്ച് ഭക്തിയും ഭാഗവതവും കേട്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഗോപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ. ഗോപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ. அம்பாடி பைகளும் எவிடே. பீதித்திலக்கம் தோளக்குழல் பார்த்தும் அம்பாடி பைகளும் எவிடே. நிஷாத சரம் கொண்ட நீரோரி പ്രേമസ്വരൂപനാം സ്നേഹസദീത്യന്റെ കർത്തരംഗം വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം നാരായണീയത്തിൽ. അഥവാ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ വൈകുന്നേരം മഹാഭാരതം 7 മണിക്ക്. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.